നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഡയറ്റ് എക്സിബിഷനും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അന്താരാഷ്ട്ര ഹാക്കത്തോണിന് തുടക്കമായി. രാജ്യത്തെ വിവിധ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും 250ഓളം ടീമുകൾ ഹാക്കത്തോണിൽ പങ്കെടുക്കും. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സംഗമം ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഹസാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. നിർധനരും നിലാരംബരുമായ പ്രദേശത്തെ 100ലധികം കുടുംബങ്ങൾക്കാണ് സുഭിക്ഷമായ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത്. ലഹരിക്കെതിരെ KSU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ എക്സൈസ് ഓഫീസ് മാർച്ചും ഉപരോധവും പോലീസുമായുള്ള നേരിയ സംഘർഷത്തിലും ദേശീയപാത ഉപരോധത്തിലും കലാശിച്ചു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഡയറ്റ് എക്സിബിഷനും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഡയറ്റ് എക്സിബിഷൻ ശ്രദ്ധേയമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഗൈനക്കോപ്പിക്ക് സമീപമാണ് ഡയറ്റ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. നേരത്തെ പ്രദർശനത്തിന് മുന്നോടിയായി ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച വനിതാ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. SS കോളേജ് ഓഫ് നഴ്സിംഗിലെ ട്യൂട്ടർ അഞ്ജു വിറോണി വനിതാ ദിന സന്ദേശം നൽകി. ലാബ് ടെക്നീഷ്യൻ വി ജയറാം സ്ത്രീകളും യോഗയുടെ പ്രാധാന്യവും എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ, ഫാർമസിസ്റ്റ് വി സുഷമ, നഴ്സിംഗ് ഓഫീസർ കെ രതികല, S ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും PRO MK രമ്യ നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് പ്രഭാ ശശികുമാർ, സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി, K ലേഖ, K ഗീത, S രാജമ്മ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അന്താരാഷ്ട്ര ഹാക്കത്തോണിന് തുടക്കമായി. രാജ്യത്തെ വിവിധ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും 250ഓളം ടീമുകൾ ഹാക്കത്തോണിൽ പങ്കെടുക്കും. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ അന്താരാഷ്ട്ര ഹാക്കത്തോൺ മത്സരമായ ഡെക്കാത്തോൺ 2025 തുടക്കമായി. മാരാ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയും കോളേജും ചേർന്ന് നടത്തുന്ന ഹാക്കത്തോൺ മത്സരമായ ഡെക്കാത്തോണിൽ രാജ്യത്തെ വിവിധ കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും 250ഓളം ടീമുകൾ പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി. പാലക്കാട് IIT ടെക്കിൻ CEO ആയ മിഥു ഉണ്ണിത്താൻ ഡെക്കാത്തോൺ 3.0 ഉദ്ഘാടനം ചെയ്തു. ഹാക്കത്തോണുകൾ പ്രായോഗിക അനുഭവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ നവീകരണവും സർഗാത്മകവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും ഉതകുന്നതാണെന്ന് മിഥു ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് നൂതനമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വേദിയാണ് ഹാക്കത്തോണുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജ് സെക്രട്ടറി ജോസ് തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിയാജിത് പ്രഭു സ്വാഗതം പറഞ്ഞു. കോളേജ് IEDC കോർഡിനേറ്റർ പ്രൊഫസർ ആബിദ അബ്ദുൽ കരീം, പ്രൊഫസർ വിശാൽ രാമൻ, നബീൽ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ KSU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ എക്സൈസ് ഓഫീസ് മാർച്ചും ഉപരോധവും പോലീസുമായുള്ള നേരിയ സംഘർഷത്തിലും ദേശീയപാത ഉപരോധത്തിലും കലാശിച്ചു. ലഹരിക്കെതിരെ KSU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സൈസ് ഓഫീസ് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത് പോലീസുമായുള്ള നേരിയ സംഘർഷത്തിലും ദേശീയപാത ഉപരോധത്തിലും കലാശിച്ചു. 3 വനിതാ നേതാക്കൾ ഉൾപ്പെടെ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ അനാസ്ഥയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി KSU നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്
ജില്ലാ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകരിൽ ചിലർ മതിൽ ചാടി അകത്തു കടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷമായി. തിരികെ ജാഥയായി പോയ KSU പ്രവർത്തകർ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിലയുറപ്പിച്ചതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമായി. KSU ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആര്യ കൃഷ്ണൻ, സുർമി ഷാഹുൽ, ദേവിക സുഭാഷ് അടക്കം 10 പേരാണ് അറസ്റ്റിലായത്. ഇവരെ പിന്നീട് വിട്ടയച്ചു. മാർച്ച് KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് എക്സൈസ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു നാടിന്റെ ഗതികേടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു നാടിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, കേരളത്തിന്റെ പുതിയ തലമുറയെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാസലഹരിക്ക് അവരെ അടിമപ്പെടുത്തുവാനും കേരളത്തിന്റെ ക്യാമ്പസുകളെ അവർക്ക് തീരെഴുതി കൊടുക്കുവാനുമുള്ള ആസൂത്രിതമായ അജണ്ടയുമായി ഒരു സർക്കാരും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും രാഷ്ട്രീയ നേതൃത്വവും മുന്നോട്ട് പോകുന്നതിന്റെ ദുരന്തമായി ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേൾക്കുവാനും കാണുവാനും ആഗ്രഹിക്കാത്ത വാർത്തകൾ TV ചാനലുകൾ ഓപ്പൺ ചെയ്യുവാൻ നമുക്ക് ഭയമാണ്. കാരണം നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത, കേട്ടാൽ മനസ്സിന്റെ കോണിൽ അല്പം പോലും തങ്ങി നിൽക്കരുത് എന്ന് മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ട്. KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. രാഹുൽ കൈതക്കൽ, സിൻജോ സാമുവൽ, മാഹിൻ മുപ്പതിൽ ചിറ, അൻസിൽ അസീസ്, ആബാദ് ലുഫ്തി, ശ്രീജിത്ത് പുലിമേൽ, MS രോഹിത് തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സംഗമം ബേബി പാർക്കടൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 25 ദിവസമായി തിരുവനന്തപുരത്ത് നടന്നുവരുന്ന ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ സീറോ ജംഗ്ഷന് സമീപം ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമം ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരരംഗത്ത് തുടരുന്ന ആശാവർക്കർമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ മനോഭാവം പ്രതിഷേധാർഹമാണെന്നും അടിയന്തരമായി സമരസമിതിയുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ബേബി പാറക്കാടൻ അഭിപ്രായപ്പെട്ടു. സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ പണം കണ്ടെത്തിക്കേണ്ട, ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിക്കാമെങ്കിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഈ ആശാ വർക്കർമാരുടെ വേതനം കൊണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ സർക്കാരിന് പണം കണ്ടെത്താൻ വലിയ പ്രയാസമില്ല. ദിവസവേതനം വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ. 55-56 വയസ്സാവുമ്പോൾ അവർ ഈ ജോലിയിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത് അവർക്കൊരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി, ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടി അവർക്കൊരു മിനിമം പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തണം. 5 ലക്ഷം രൂപ കുറഞ്ഞത് റിട്ടയർമെന്റ് ആനുകൂല്യമായി ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ME ഉത്തമക്കുറുപ്പ് ഐക്യദാർഢ്യ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. H സുധീർ, രാജു പള്ളിപ്പറമ്പിൽ, KJ ഷീല, MD സലീം, PJ കുര്യൻ, ഹക്കീം മുഹമ്മദ് രാജ, ആശാ കൃഷ്ണാലയം, പുന്നപ്രാപ്പച്ചൻ, S പ്രേംകുമാർ, ജോസഫ് മാരാരിക്കുളം, N മിനിമോൾ, ലൈസമ്മ ബേബി, തോമസ് കുട്ടി, വാഴപ്പള്ളിക്കളം എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. നിർധനരും നിരാലംബരുമായ പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾക്കാണ് സുഭിക്ഷമായ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ന്യൂസ് ചാനൽ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 26 കൊല്ലത്തിലധികമായി നിർധനരും നിരാലംബരുമായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് തീർത്ത് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. സാധു സംരക്ഷണം എന്ന സന്ദേശമുയർത്തി ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ 101ഓളം കുടുംബങ്ങൾക്കാണ് വിഭവസമൃദ്ധമായ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ബിരിയാണി അരി, പഞ്ചസാര, തേയില, അരിപ്പൊടി, മൈദ, റവ, ഡാൽഡ, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, പാമോയിൽ, ഏലക്ക, സവോള, ഉള്ളി, കിഴങ്ങ്, വെളുത്തുള്ളി, ഈന്തപ്പഴമടക്കം 25ഓളം ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ME മുയ്യീനുദ്ദീൻ,
ട്രസ്റ്റ് പ്രസിഡന്റ് ബി സൈനുദ്ദീന് ഭക്ഷ്യകിറ്റ് കൈമാറിയാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ട്രസ്റ്റ് ട്രഷറർ പി എ അബൂബക്കർ ഹാജി, വൈസ് പ്രസിഡന്റുമാരായ ലിയാഖത്ത് ഖാലിദ്, എം എ മുഹമ്മദ് അഷ്റഫ്, എൻ എ യൂനുസ്, സെക്രട്ടറിമാരായ ബി എം ഷറഫുള്ള, എസ് ഷിയാസ്, അനസ് ചെറുക്കളം എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ബഷീർ, റഹ്മത്തുള്ള മുസ്ലിയാർ, എച്ച് മുഹമ്മദ് അലി, എസ് അസ്ലം, ഒ കെ അഷ്റഫ്, അസ്ലം വട്ടപ്പള്ളി, പി എ ജലീൽ എന്നിവർ നേതൃത്വം നൽകി. അൽ ഹസാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 26 കൊല്ലത്തോളായി. അതിൻ്റെ കീഴിൽ എല്ലാ കൊല്ലവും പരിശുദ്ധ റമളാൻ മാസം ആദ്യത്തിൽ നമുക്ക് കുറേ ജനങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നുണ്ട്, സാധുക്കളായ ആൾക്കാർക്ക്. അതായത് ഒരു കാരണവശാലും പട്ടിണി എടുക്കാൻ പാടില്ല. സ്വന്തം അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ അവന് ഊട്ടാത്ത ആൾക്കാർ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ ഞങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ടവരാണല്ലോ നമ്മൾ. അതിനാൽ ഒരു കാരണവശാൽ ഒരു സഹോദരന്മാരും, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരുമാവട്ടെ, പട്ടിണി എടുക്കാൻ പാടില്ല എന്നുള്ള ആത്മവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുകയാണ്. ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രി, വനിതാ ശിശു ആശുപത്രി എന്നിവിടങ്ങളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണ വിതരണം, നിർധനരായ രോഗികൾക്ക് മരുന്നും മറ്റ് ചികിത്സാ സഹായം, നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, ചെറിയ പെരുന്നാളിന് മുന്നോടിയായി വസ്ത്രവിതരണമടക്കം അൽ ഹസാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരുന്നതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഡയറ്റ് എക്സിബിഷനും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അന്താരാഷ്ട്ര ഹാക്കത്തോണിന് തുടക്കമായി. രാജ്യത്തെ വിവിധ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും 250ഓളം ടീമുകൾ ഹാക്കത്തോണിൽ പങ്കെടുക്കും. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സംഗമം ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഹസാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. നിർധനരും നിലാരംബരുമായ പ്രദേശത്തെ 100ലധികം കുടുംബങ്ങൾക്കാണ് സുഭിക്ഷമായ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ലഹരിക്കെതിരെ KSU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ എക്സൈസ് ഓഫീസ് മാർച്ചും ഉപരോധവും പോലീസുമായുള്ള നേരിയ സംഘർഷത്തിലും ദേശീയപാത ഉപരോധത്തിലും കലാശിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.